സംസ്ഥാനത്തെ മഴ തുടരുകയാണ്. മധ്യ തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ പെയ്യുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും കനത്ത മഴ മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയും കാറ്റും തുടരുന്നതിനാൽ കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. ജിബിൻ ജെബിയും അരുൺ അമൃതനാഥും ഒക്കെ ഉണ്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നായി. അരുൺ അമൃതനാഥ് ചേരുന്നു. അരുൺ, അവിടെ മഴ എങ്ങനെയുണ്ട്? അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? 3 ദിവസമായി മലപ്പുറത്ത് ഒരേപോലെയുള്ളൊരു കാലാവസ്ഥയാണ്. രാത്രികളിൽ മഴ ശക്തമാകുന്ന സാഹചര്യം. ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോടുകൂടി തുടങ്ങിയ മഴ രാത്രിയിൽ ശക്തി ആർജിച്ച് ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. രാവിലെയോടെ മഴയ്ക്ക് ശമനമുണ്ട്. ഇപ്പോൾ ഒരു ചാറ്റൽ മഴ മാത്രം തുടരുന്ന ഒരു സാഹചര്യമാണ് രാവിലെ എന്തായാലും ഉള്ളത്. എന്തായാലും അപകട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. അത്തരത്തിൽ വെള്ളക്കെട്ടുകളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഈ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ എപ്പോഴും ഇത്തരത്തിൽ മഴ കനക്കുമ്പോൾ നമ്മൾ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടാവും, ജാഗ്രത പാലിക്കുന്നുണ്ടാവും. മുൻകാല പശ്ചാത്തലമൊക്കെ അറിയാവുന്നതാണ്. മലപ്പുറത്തേത് ഈ മലയോര മേഖലകൾ എപ്പോഴും ജാഗ്രതയിലാണ്. അത്തരത്തിലുള്ളൊരു ജാഗ്രത ഈ മഴ കനക്കുമ്പോൾ എന്തായാലും ഉണ്ട്. പകലാണെങ്കിൽ ഇങ്ങനെ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് 3 ദിനമായി തുടർച്ചയായി ഇങ്ങനെ ചാറ്റൽ മഴയും തുടരുന്ന സാഹചര്യം. രാത്രികളിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മലപ്പുറത്ത് എന്തായാലും ഉള്ളത്. നിലവിൽ യെല്ലോ അലേർട്ടുമുണ്ട്. യെല്ലോ മുന്നറിയിപ്പുമുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. മോത്തി. ശരി അരുൺ, മലപ്പുറം ഭാഗത്തൊക്കെ ഈ പറഞ്ഞതുപോലെ മഴ കുറച്ച് കനത്താൽ പ്രശ്നങ്ങളുള്ള മേഖലകളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. അരുണും ജാഗ്രതയോടെ ഇരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ജിബിൻ ഉണ്ട് തിരുവനന്തപുരത്ത്. ജിബിൻ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം ഭാഗത്ത് ഇന്നലെ രാത്രി മുതലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പല ഭാഗത്തും ഈ യെല്ലോ ഓറഞ്ച് അലേർട്ടുകളിലൊന്നും തിരുവനന്തപുരം പെടുന്നില്ല. എങ്കിൽ കൂടി പല സ്ഥലങ്ങളിലും മരം വീഴുകയും നല്ല തോതിൽ മഴ പെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? മോത്തി, ഇന്നലെ രാത്രിയൊക്കെ തന്നെ തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയായിരുന്നു ഉള്ളത്. അതിനുശേഷം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കാണ് അടുത്ത കുറച്ച് മണിക്കൂറുകൾക്ക് സാധ്യത എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പ് അത്തരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ മഴയൊക്കെ ആയിട്ട് എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ജിബിൻ. ഏതായാലും ഇന്നലെ രാത്രി തിരുവനന്തപുരത്തൊക്കെ ഗംഭീര മഴയുണ്ടായിരുന്നു. പിന്നെ മരം പല സ്ഥലങ്ങളിലുമൊക്കെ വീണു എന്ന് ഞാൻ പറഞ്ഞു. ഞാനിന്ന് രാവിലെ ഓഫീസിലേക്ക് വരുമ്പോഴും കണ്ടു. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപത്ത് മരം വീണ റോഡിൽ ചെറിയ തോതിൽ ഗതാഗത തടസ്സമുണ്ടായി. ജിബിൻ, മഴ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നഗരത്തിലെ ഏതെങ്കിലും മേഖലകളുണ്ടോ? മൂത്തി, ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പക്ഷേ ഈ ഒരു മഴ പെയ്തതൊക്കെ തന്നെ വളരെ സമയം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ മഴയത്തൊക്കെ വെള്ളം കയറിയത് പോലെയുള്ള സമാന സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. രാവിലെ നമ്മൾ തിരുവനന്തപുരത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ ആമഴഞ്ചാൻ തോട്ടിൻ്റെ കൈവശത്തൊക്കെ തന്നെ വെള്ളം കയറി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. അത്തരത്തിൽ അവിടെയൊന്നും തന്നെ വെള്ളം കയറിയിട്ടില്ല. പിന്നീട് ചാക്ക ഭാഗത്താണ്, ചാക്കയിലും വെള്ളം കയറിയിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുമ്പോൾ ചെറിയ മഴയിൽ പോലും ഏറ്റവും അധികം വെള്ളം കയറുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരഹൃദയത്തിലാണ്. ഈ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ ബസ് സ്റ്റാൻഡും ഒക്കെയുള്ള സ്ഥലത്ത് അവിടെയും വെള്ളം കയറിയിട്ട്, അതായത് തിരുവനന്തപുരം നഗരത്തിൽ നമുക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് മഴ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല. ആ ഒരു സ്ഥിതി തന്നെയാണുള്ളത്. എന്തായാലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയൊക്കെ തന്നെ മഴ ലഭിച്ചിരുന്നു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മഴയ്ക്ക് തിരുവനന്തപുരത്ത് സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മേഘങ്ങളൊക്കെ തന്നെ മൂടിക്കെട്ടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ മുന്നറിയിപ്പുള്ളതുപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വലിയൊരു തീവ്ര മഴ ലഭിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും വലിയ കാര്യമെന്ന് പറയുമ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾ കേരള, തമിഴ്നാട്, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. കള്ളക്കടൽ പ്രതിഭാസം, അതുമാത്രമല്ല വലിയ തിരമാലകൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. പിന്നീട് ഈ മലയോര മേഖലയിലേക്ക് പോകുന്നവരും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ തിരുവനന്തപുരത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നും തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കഴിഞ്ഞ മഴയത്തൊക്കെ തന്നെ പൊന്മുടിയിലേക്ക് കയറുന്നതിന് വലിയ രീതിയിലുള്ള നിരോധനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള നിരോധനങ്ങളൊന്നും തന്നെ നിലവിൽ തിരുവനന്തപുരത്ത് നൽകിയിട്ടില്ല. പക്ഷേ ഗ്യാപ്പ് റോഡ്, മൂന്നാർ ഗ്യാപ്പ് റോഡിലൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി രാത്രികാല യാത്രയൊക്കെ തന്നെ നിരോധിച്ചിരുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് നിലവിൽ മഴ മുന്നറിയിപ്പ് ഇല്ലാത്തതിനാൽ ആ ഒരു ആശങ്ക തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് നിന്ന് മാറിയിരിക്കുകയാണ്. മോത്തി.
ശരി ജിബിൻ, ഏതായാലും വലിയൊരു ആശങ്കയൊന്നും തിരുവനന്തപുരം നിവാസികൾക്കില്ല, തലസ്ഥാന നിവാസികൾക്കില്ല എന്ന് തന്നെയാണ് ജിബിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ജിബിൻ.